ആശ്വാസധാരയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെത്രാന്മാർ ജോസ് പുളിക്കൽ പിതാവെ സ്വാഗതം. നമുക്ക് ഒരുപാട് എഴുത്തുകൾ വരുന്നുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് വളരെ കാലിക പ്രാധാന്യമുള്ള ഇപ്പം നമ്മൾ ഈ ഒരു കത്ത് കൈകാര്യം ചെയ്യുന്നതിലൂടെ നമ്മളെല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഒരാൾ ഈ കത്ത് എഴുതിയ ഒരാളെ മാത്രമല്ല, എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു സെലക്ഷൻ നിർവഹിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസക്തമായ ചോദ്യമായിട്ടാണ് നിബിൻ സാർ എത്തുന്നത് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഇത് വളരെ പലരെയും വേട്ടയാടുന്ന ഒരു ക്വസ്റ്റ്യൻ. അതാണ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനതൊന്ന് വായിക്കാം. എന്നെ വളരെയധികം അലട്ടുന്നൊരു പ്രശ്നം ആണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഒരു വീട്ടിൽ മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് എണ്ണയും കണ്ണീരും വരുന്നു. ഈ വാർത്ത കേൾക്കേണ്ട താമസം ധാരാളം ആളുകൾ ആ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ദൂര നാടുകളിൽ നിന്ന് പോലും വലിയ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് പോലും ആളുകൾ വരുന്നു. എനിക്ക് ഇതിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ആകുന്നില്ല. സത്യത്തിൽ ഇതൊക്കെ സത്യമാണോ അതോ മനുഷ്യനിർമ്മിതമാണോ എന്ന് എനിക്കറിയില്ല. എന്നെ ഇത് വല്ലാതെ ഇത് ഉത്കണ്ഠപ്പെടുത്തുന്നു. ലോകം അവസാനിക്കാറായതിൻ്റെ അടയാളമാണ് ഇതെന്ന് ചിലർ പറയുന്നു. ദൈവം ലോകത്തെ ശിക്ഷിക്കാൻ പോകുന്നതിൻ്റെ അടയാളമാണെന്ന് മറ്റു ചിലർ. ഇത് ശരിയാണോ? വാസ്തവത്തിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമോ? സഭ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള നിലപാട് എന്താണ്? വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകളും വെളിപ്പെടുത്തലുകളും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ദൈവത്തിൻ്റെ രക്ഷാകരമായ ഇടപെടലുകൾ നടത്തിയത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ട്. ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മോശയ്ക്കും പ്രവാചകന്മാർക്കുമൊക്കെ അരുളപ്പാടുകൾ നൽകിയിട്ടുണ്ട്. ഈ അരുളപ്പാടുകളുടെയും വെളിപ്പെടുത്തലുകളുടെയും എല്ലാം ഒരു സമാഹാരം തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥമെന്ന് പറയുന്നത് തന്നെ. വെളിപാടുകളുടെ പൂർണ്ണതയാണ് ഈശോമിശിഹ. ഈശോമിശിഹായിലൂടെ പൂർണ്ണതയിലെത്തുന്ന വെളിപാട് ദൈവം നൽകിയിരിക്കുന്ന വലിയ കൃപയാണ്. അത് രക്ഷാകരമാണ്. ഇങ്ങനെ ഈശോമിശിഹായിലൂടെ നൽകപ്പെട്ട പൂർത്തീകരിക്കപ്പെട്ട വെളിപ്പെടുത്തലുകൾ ദൈവനിവേശിതമായിട്ട് നൽകപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവ് ഒരുക്കിയിരിക്കുന്നത് മുഴുവനും ഒപ്പം സഭയ്ക്ക് കൈമാറപ്പെട്ട വിശ്വാസസത്യങ്ങളെല്ലാം പൊതു വെളിപാടിൻ്റെ ഭാഗമാണ്. ഈ പൊതു വെളിപാട്, സ്വകാര്യ വെളിപാട്, ഇതിൻ്റെ വ്യത്യാസം ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമാണത്. പൊതു വെളിപാടെന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ദൈവം രക്ഷാകരമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന നിത്യസത്യങ്ങൾ ഈശോമിശിഹായിൽ പൂർത്തിയാക്കപ്പെട്ടവ, അത് സഭയിലൂടെ കൈമാറപ്പെട്ടവ, അതെല്ലാം പൊതു വെളിപാടിൻ്റെ ഭാഗമാണ്. സഭയ്ക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ സത്യങ്ങളാണ്. സഭയുടെ വലിയ അനന്യമായൊരു സമ്പത്താണത്. അത് വിശ്വസിക്കാനായിട്ട് എല്ലാ വിശ്വാസികൾക്കും സഭാമക്കൾക്കും കടമയുണ്ട്, അത് കടപ്പെടുത്തിയിരിക്കുന്നതുമാണ്. സ്വകാര്യ വെളിപാട് എന്ന് പറയുന്നത് ദൈവം അല്ലെങ്കിൽ വിശുദ്ധരിലൂടെ, ഇതര വ്യക്തികളിലൂടെ, മാലാഖമാരിലൂടെ ഒക്കെ വ്യക്തികൾക്ക് നൽകുന്ന ചില അരുളപ്പാടുകളാണ്. അത് ഈശോമിശിഹായുടെ പ്രത്യക്ഷം ലഭിച്ച വിശുദ്ധാത്മാക്കളുണ്ട്. അതുകൂടാതെ നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ തന്നെ കാണാൻ പറ്റും. പൗലോസ്ലീഹായ്ക്ക് ഉദ്ധിതനായ മിശിഹ പ്രത്യക്ഷം നൽകിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ തുടരുന്നുണ്ട് ഈ പ്രത്യക്ഷവും മറ്റു കാര്യങ്ങളും. അത് പൊതു വെളിപാടിൻ്റെ ഭാഗമാണ്. പക്ഷേ സ്വകാര്യ വെളിപാടിന് ശേഷം പിന്നീട് വിശുദ്ധാത്മാക്കൾക്ക് പരിശുദ്ധ അമ്മയും വിശുദ്ധരുമൊക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നൽകിയ ചില വെളിപ്പെടുത്തലുകൾ, ചില സന്ദേശങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനകത്തും രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. സ്വകാര്യ വെളിപാടുകളിൽ തന്നെ ഒന്ന്, ഒരു വ്യക്തിക്ക് അല്ലെ ഒരു കുടുംബത്തിന് മാത്രമായിട്ട് കർത്താവ് നൽകുന്ന ഒരു സന്ദേശമായിരിക്കാം. ചിലപ്പോൾ അത് ആ വ്യക്തിക്ക് ഒരു മാനസാന്തരത്തിന് വേണ്ടി, ഒരു രോഗശാന്തിക്ക് വേണ്ടിയൊക്കെ നൽകുന്ന ഒരു സന്ദേശമായിരിക്കാം. അതിന് മറ്റുള്ളവർക്ക് കൊടുക്കാനൊരു സന്ദേശം അതിനകത്തില്ല. അതുകൂടാതെ മറ്റൊന്നുള്ളത്, ഒരു കാലഘട്ടത്തിനോ ഒരു സാഹചര്യത്തിനോ ഒരു സമൂഹത്തിനോ സഭയ്ക്ക് തന്നെയോ കർത്താവ് വിശുദ്ധരിലൂടെ അല്ലെ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ഒക്കെ നൽകുന്ന ചില സന്ദേശങ്ങളാണ്. അത്തരം ഒരു സന്ദേശത്തിൻ്റെ ഭാഗമാകാം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. ചിലപ്പോഴത് അങ്ങനെ ആവണമെന്നില്ല, കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാകും. അങ്ങനെ അതിനും സാധ്യതയുണ്ട്. ഈ സ്വകാര്യ വെളിപാടിൽ പലതരത്തിലുള്ള തട്ടിപ്പുകളും സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനാണ് ഇവിടുത്തെ പ്രതിസന്ധിയും. നമ്മളതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. ഈ സ്വകാര്യ വെളിപാടുകൾ സഭ ഒരിക്കലും നിഷേധിക്കുന്നില്ല, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ സ്വകാര്യ വെളിപാടുകൾ ചിലപ്പോഴൊക്കെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് പോലെ പൊതു വെളിപാടുകൾക്ക് കൂടുതൽ വ്യക്തമായ
അറിവും വ്യാഖ്യാനവും കാലികമായി നൽകുന്നതിന് സഹായകമായേക്കും എന്നുകൂടി സഭ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ സഭ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ മനസ്സിലാക്കാനായിട്ട് ചില പ്രത്യേക മാനദണ്ഡങ്ങൾ ആവശ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മിശിഹായിലൂടെ നൽകപ്പെട്ട പൊതു വെളിപാട്, സഭയ്ക്ക് നൽകപ്പെട്ട വെളിപാട്, വെളിപ്പെടുത്തപ്പെട്ടത്, അതിന് വിഘാതമായിട്ടൊന്നും ഈ സ്വകാര്യ വെളിപാടുകൾ ഉണ്ടാകാൻ പാടില്ല. 2, സഭയുടെ വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും വിരുദ്ധമായതൊന്നും സ്വകാര്യ വെളിപാടുകളിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. ഇനി അതും കൂടാതെ ഒരു വ്യക്തമായ സന്ദേശം, മാനസാന്തരത്തിൻ്റെ ആവാം, പ്രാർത്ഥനയുടെ ആവാം, വ്യക്തമായൊരു സന്ദേശം ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കണം. അതോടൊപ്പം 4-ാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇതിൽ ഒരു അതിസ്വാഭാവികമായൊരു മാനം ഉണ്ടാവണം. ശാസ്ത്രീയമായിട്ട് അത് തെളിയിക്കപ്പെടണം. അതിനകത്ത് കൃത്രിമത്വമൊന്നും നടന്നിട്ടില്ല, അതിസ്വാഭാവികമായ ഒരു ഇടപെടലിലാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതെന്ന കാര്യം ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇനി 5-ാമത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇത് ആ വ്യക്തിയും ആ കുടുംബവും ഒക്കെ എങ്ങനെയാണ്, അവർ നല്ല വിശ്വാസം ജീവിക്കുന്നവരാണോ, അവർ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, അങ്ങനെ എന്തെങ്കിലും സ്വാർത്ഥ ലക്ഷ്യങ്ങളുണ്ടോ, അവരുടെ ജീവിതം എങ്ങനെയുള്ളതാണ്, ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ ഇതിന് മാനദണ്ഡമായിട്ട് സഭ പരിശോധിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു സ്വകാര്യ വെളിപാടിനെ അത് ശരിയായിട്ടുള്ളതാണ് എന്ന് പ്രഖ്യാപിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത് പരിശോധിക്കാനുള്ള ചുമതല ആർക്കാണ്? ഈ 5 മാനദണ്ഡങ്ങൾ പറഞ്ഞല്ലോ, ഈ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള അതിൻ്റെ അകത്തെ കാര്യങ്ങൾ വിലയിരുത്തി ഇത് ആധികാരികമാണ് എന്നുള്ള പരിശോധിക്കാനുള്ള ചുമതലപ്പെട്ട ആളാരാണ്? ചുമതലപ്പെട്ട അതാത് രൂപതകളാണ് ആദ്യം അത് ചെയ്യേണ്ടത്. ഒരു രൂപതയുടെ ഭാഗമായ ഒരു ഇടവകയിൽ, ഒരു വീട്ടിലൊക്കെ ആയിരിക്കും അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രൂപതാധ്യക്ഷൻ്റെ നേതൃത്വത്തിലാണ് അതിന് ആദ്യമായിട്ട് പഠനങ്ങൾ നടത്തേണ്ടത് ഔദ്യോഗികമായ രീതിയിൽ. ആളുകളിങ്ങനെ കാണുമ്പോഴേ ഓടിക്കൂടും. അവിടെ മാതാവിൻ്റെ രൂപത്തിൽ നിന്ന്, നല്ല വിശുദ്ധ രൂപത്തിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചു, ഒരു പ്രതിഭാസം ഉണ്ടായി എന്ന് പറഞ്ഞ് ആളുകൾ ഓടിക്കൂടും. ആളുകൾക്ക് ഇങ്ങനെ ഒരു കൗതുകമുണ്ട്, പിന്നെ ഒരു ദൈവത്തിന് വേണ്ടി ദാഹമുണ്ട്, പിന്നെ സ്വകാര്യ ലാഭങ്ങൾക്ക് വേണ്ടിയൊക്കെ ആളുകൾ ഓടിക്കൂടും. ചില ബിസിനസ്സുകാർ പ്രോത്സാഹിപ്പിച്ചെന്നിരിക്കും. 4 കച്ചവടം നടക്കുന്ന കാര്യം 10 ആൾ കൂടി കഴിയുമ്പോഴത്തേനും നമുക്ക് ചില്ലറ പൈസ ഉണ്ടാക്കാണ്ട് പണിയാന്ന് വിചാരിച്ച് ചിലപ്പോൾ ആളുകൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയുള്ള അങ്ങനെയുള്ള മാനുഷിക ഇടപെടലുകളോടെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു രൂപതാധ്യക്ഷനാണ് ആദ്യമായിട്ട് അത് കൃത്യമായിട്ടൊരു സമിതിയെ, ദൈവശാസ്ത്ര വിദഗ്ധർ അതിനകത്ത് ഉണ്ടാവണം. അതിനകത്ത് മെഡിക്കലായിട്ടുള്ള പരിശോധന നടത്താനുള്ള, സയൻറ്റിഫിക് റിസർച്ച് നടത്താനുള്ള, ആധികാരികമായ പഠനം നടത്താനുള്ള സാങ്കേതിക വിദഗ്ധരുണ്ടാവണം, ഡോക്ടേഴ്സ് ഉണ്ടാവണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു സമിതി അതിന് വേണ്ടിയിട്ട് വേണ്ട അന്വേഷണങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമാണ് അതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് ഫാത്തിമയിലൊക്കെ ഉള്ള പ്രത്യക്ഷം തന്നെ കഴിഞ്ഞിട്ട് വർഷങ്ങൾ, ഫാത്തിമയിലും ലൂർദിലുമൊക്കെ ഉള്ളത് വളരെയേറെ വർഷങ്ങൾ, 10-60 വർഷം കഴിഞ്ഞതിന് ശേഷമൊക്കെയാണത് അതൊരു ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അതിനെ സ്ഥിരീകരിച്ചത്. ഇത് മാതാവ് ലോകത്തിന് ഈ കാലഘട്ടത്തിൽ നൽകുന്ന വലിയൊരു സന്ദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അറിയിച്ചത്. ഇത്തരം അത്ഭുതങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനായിട്ട് സഭ ഒരുപാട് സമയമെടുക്കുന്നു. ഈ ഒരു ലാഗ് ഒരുപാട് നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഫാത്തിമയിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ, 50-60 വർഷങ്ങൾ എടുത്തതിന് ശേഷമാണിത് വരുന്നത്. ഇത് അത്രമാത്രം ഗൗരവത്തോടു കൂടി സഭ കാണുന്നുണ്ട്. ഒരിക്കലും ഇത് വിശ്വാസികളെ വ്യതിചലിപ്പിക്കരുത്. ഒരു പൊതുവായ സന്ദേശം കാലത്തിന് ചേരുന്ന വിധം, സഭയുടെ വിശ്വാസത്തിനും സന്മാർഗത്തിനും എതിരല്ലാവാത്ത വിധം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സഭയുടെ ആവശ്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കുകയും ദൈവശാസ്ത്രപരമായിട്ട് അതിനെ വിലയിരുത്തുകയും ചെയ്തതിന് ശേഷം അത് കാലത്തെ അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന കാലാതിശായിയായ ഒരു സന്ദേശം തുടർന്ന് നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ അതിനെ സ്ഥിരീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് വലിയ ഡീവിയേഷന് കാരണമായേക്കാം. അതുകൊണ്ടാണ് സഭയുടെ ആ കരുതലും ശ്രദ്ധയും വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഉള്ളതുകൊണ്ടാണ് ഇത്രയും സമയമെടുക്കുന്നത്. ഗൗരവമായി കാണുന്നു എന്ന് കരുതിയാൽ മതി. ആ സമയത്ത് അവിടെ സന്ദർശിക്കുന്നതിനും ഒന്നും അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇത്തരം വിഷയങ്ങളിൽ സഭയുടെ ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം ഉണ്ടാകുന്നത് വരെ സാധാരണ വിശ്വാസികൾ അങ്ങോട്ട് പോകണോ വേണ്ടയോ? സ്വാഭാവികമായിട്ടും അമിതമായിട്ട് അങ്ങനെ പോവാതിരിക്കുന്നതാണ് നല്ലത്. അതൊരു വ്യതിചലനമായി മാറാം. ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ബുദ്ധിമുട്ടുകൾ വരാം. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത്തരം സന്ദർശനങ്ങൾ സഭ ഒഴിവാക്കാനാണ് ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും പല സ്വകാര്യ വെളിപാടുകളും ആളുകൾ തിങ്ങിക്കൂടുന്നത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ വിശ്വാസം തന്നെ അപകടത്തിലാകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത് ശരിയല്ല എന്ന്, അല്ലെങ്കിൽ അത് അപ്രത്യക്ഷമായി എന്ന് വരുന്നു. ചില പ്രത്യേക തേൻ, എണ്ണ തുടങ്ങിയവയൊക്കെ കാണപ്പെടുന്നത് പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. അതിൻ്റെ പുറകിൽ ഒരു കച്ചവടം ഉണ്ടെന്ന കാര്യം തിരിച്ചറിയുന്നു. ഇതെല്ലാം തട്ടിപ്പാ എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാകും. മാത്രവുമല്ല, ശരിയായ ആധ്യാത്മികതയിൽ നിന്നും അത് വ്യതിചലിപ്പിക്കുന്നതിന് കാരണമാകും. ശരിയായ ആധ്യാത്മികത എന്ന് പറയുന്നത്
പരിശുദ്ധ കുർബാനയിൽ, കൂദാശകളിൽ, ദൈവവചനത്തിലൊക്കെ അധിഷ്ഠിതമായ ഒരു ആധ്യാത്മിക ജീവിതശൈലിയാണ്. അതിൽ നിന്നും മാറി അമിത പ്രാധാന്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്ഭുതങ്ങൾക്ക് കൊടുത്താൽ അത് അപകടകരമാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സൂര്യനിൽ മാതാവിനെ കണ്ട് കുറേയേറെ ആളുകൾ സൂര്യനിലേക്ക് നോക്കുകയും അവരുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ കേടുപാട് സംഭവിക്കുകയും ചെയ്തൊരു വാർത്തയുണ്ടായിട്ടുണ്ട്. പിതാവ് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് വാർത്ത. കാഴ്ചക്കെല്ലാം ഉണ്ടായുള്ളൂ, അതിൽ കൂടുതലും ചിലപ്പോൾ സംഭവിക്കും. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ അത്യാഗ്രഹത്തോടു കൂടിയും അമിത കൗതുകത്തോടു കൂടിയും ഓടിയെത്തുമ്പോൾ അതൊന്നും ദൈവികമായൊരു സന്ദേശം അല്ല. അത് ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല. അതൊക്കെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും മനുഷ്യൻ അങ്ങനെ പോകുന്നത്. അതിനേക്കാളൊക്കെ ഒരു ആഴമായ ദൈവവിശ്വാസത്തിലും ആധ്യാത്മികതയിലും അടിയുറച്ച് നമ്മൾ മുൻപോട്ട് പോകണം. അതാണ് സഭ ആഗ്രഹിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആധ്യാത്മികതയിലേക്ക് തിരിച്ചു നടക്കാൻ മനുഷ്യൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഇങ്ങനെയുള്ള സമയങ്ങളിൽ. ഇനി സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ പോലും ലൂർദിലോ ഫാത്തിമയിലോ മറ്റിതര സ്ഥലങ്ങളിലൊക്കെ സഭ സ്ഥിരീകരിച്ച കാര്യങ്ങളുണ്ട്. അവിടെ പോലും പോകണമെന്ന് സഭ ആവശ്യപ്പെടുന്നില്ല. വിശ്വാസ സത്യങ്ങൾ ഔദ്യോഗികമായിട്ട് സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത് പൊതു വെളിപാടിലുള്ളത് വിശ്വസിക്കാൻ കടപ്പെടുത്തപ്പെട്ടു. അത് മനുഷ്യന് വിശ്വസിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ഈ സ്വകാര്യ വെളിപാടുകൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പോലും വിശ്വസിക്കണമെന്നോ അവിടെ സന്ദർശിക്കണമെന്നോ നിർബന്ധമില്ല. അത് നമ്മുടെ ആത്മീയ പുരോഗതിക്കും ശരിയായ ആധ്യാത്മികതയ്ക്കും അത് സഹായകമാകുമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യാം, അത്രേ ഉള്ളൂ. ഇത്തരം അത്ഭുതങ്ങളൊരു ഭാഷയാണ്, അല്ലെങ്കിൽ ഒരു അടയാളമാണ്. അതിലൂടെ ചിലതെല്ലാം ദൈവം നമ്മളോട് സംസാരിക്കുന്നതായിട്ട് ആണ് പിതാവ് ഇപ്പോൾ സൂചിപ്പിച്ചത്. അപ്പം ഈ ഫാത്തിമ അത്ഭുതത്തിൻ്റെ സന്ദേശം എന്താണ്? ഫാത്തിമയിൽ പ്രധാനമായിട്ടും ലൂസി, ജസ്റ്റിൻ, ഫ്രാൻസിസ് എന്ന 3 കുട്ടികൾക്കാണ് മാതാവ് പ്രത്യക്ഷം നൽകുന്നത്. പല പ്രാവശ്യം അത് ആവർത്തിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ലോകത്തിന് മാനസാന്തരം ആവശ്യമാണ്. പാപത്തിലേക്ക് മനുഷ്യൻ വഴുതിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരത്തിന് വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കണം, പ്രായശ്ചിത്തം ചെയ്യണം, ധാരാളം ജപമാല ചൊല്ലണം. അപ്പോൾ പ്രാർത്ഥിക്കണം, പ്രായശ്ചിത്തം ചെയ്യണം, ജപമാല ചൊല്ലണം, മാനസാന്തരപ്പെടണം. അങ്ങനെ ലോകത്തിന് വേണ്ടി സഭ ശക്തമായിട്ട് സജീവമായി പ്രാർത്ഥിച്ച് സാന്നിധ്യം കൊടുക്കണം, അല്ലെങ്കിൽ പരിഹാരം ചെയ്യണം. ഈ ഒരു സന്ദേശം പ്രധാനമായിട്ടും ഫാത്തിമയിലൊക്കെ ഉണ്ടായിരുന്നത്. മാനസാന്തരത്തിൻ്റെ സന്ദേശം തന്നെയാണ് പലപ്പോഴും മാതാവിൻ്റെ പ്രത്യക്ഷത്തിൽ ലൂർദിലുമൊക്കെ അത് തന്നെയായിരുന്നു. ധാരാളം ജപമാല ചെല്ലുക എന്നൊരു സന്ദേശം വളരെ വ്യക്തമായിട്ടുണ്ട് അവിടെയൊക്കെ. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കണ്ടുവരുന്നു എന്ന് പറയപ്പെടുന്ന അത്ഭുതം ഈ മാതാവിൻ്റെ കണ്ണിൽ നിന്ന് എണ്ണ വരുന്നു, രക്തം വരുന്നു എന്നിവയാണ്. അപ്പം ഇതിൻ്റെ ഒരു അർത്ഥം എന്താണെന്നാണ് പിതാവ് കരുതുന്നത്? ഇതെല്ലാം അടയാളങ്ങളാണ്. പ്രതീകാത്മകമായി മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. അങ്ങനെ ഒരു സുഗന്ധമെന്നോ രക്തം, കണ്ണുനീര്, തേന് അങ്ങനെയുള്ളതൊക്കെ വരുന്നത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യം അവിടെ നൽകപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നൽകപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ചില പ്രതീകങ്ങൾ മാത്രമാണ്. അതിൽ തന്നെ പ്രസക്തമല്ല ഈ അടയാളങ്ങളൊന്നും. അമിത പ്രാധാന്യം അതിന് കൊടുക്കാനും പാടില്ല. ചിലപ്പോൾ അതിങ്ങനെ ആ എണ്ണയും തേനും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നു, അത് വലിയ പൂജ്യമായിട്ടൊരു തിരുശേഷിപ്പായിട്ട് സൂക്ഷിക്കുന്നു. ചിലപ്പോൾ പരിശുദ്ധ കുർബാനയേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ അതിനെ കാണുന്നു, കരുതുന്നു. അതൊന്നും ശരിയായ കാഴ്ചപ്പാടല്ല. അതൊക്കെ അടയാളങ്ങൾ മാത്രമാണ്. മാതാവിനോടുള്ള ഭക്തിയും സ്നേഹവുമാണ് വർദ്ധിക്കേണ്ടത്. പരിശുദ്ധ അമ്മ എന്തെങ്കിലും സന്ദേശം നൽകുന്നുണ്ടെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ ആ സന്ദേശമാണ് സ്വീകരിക്കേണ്ടത്, അടയാളങ്ങളല്ല. അതുപോലെ തന്നെ ഈ പരിശുദ്ധ കുർബാന അപ്പം മാംസമായിട്ട് മാറുന്നു. പല സ്ഥലങ്ങളിലും അത്തരം റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതും സഭയുടെ ചരിത്രത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ചിലതെല്ലാം അങ്ങനെ സഭ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയുടെ അത്ഭുതം എന്ന നിലയിൽ തന്നെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച ചിലതൊക്കെയുണ്ട്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധ കുർബാന ഈശോമിശിഹായുടെ ഉത്ഥിത ശരീരമാണ്, കൗദാശിക ശരീരമാണ്. ഈശോമിശിഹ, ഉത്ഥിതനായ മിശിഹായുടെ കൗദാശിക സാന്നിധ്യമാണ് പരിശുദ്ധ കുർബാന, തിരുവോസ്തി. അതൊരു സാധാരണ മാംസമല്ല, മാംസകഷ്ണവുമല്ല. അത് നമ്മൾ തിരിച്ചറിയണം. അതിനെ പരിശോധിച്ചാൽ ഒരിക്കലും മാംസത്തിൻ്റെ പ്രത്യേകതകളൊന്നും അതിന് കാണുകയില്ല. പക്ഷേ ഇങ്ങനൊരു അടയാളം ദൈവം നൽകുന്നുണ്ടെങ്കിൽ അത് വിശ്വാസത്തിൽ മനുഷ്യരെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട്, യഥാർത്ഥത്തിൽ മിശിഹ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ചില അടയാളങ്ങൾ കൊടുത്തെന്ന് മാത്രമേ ഉള്ളത്. ചിലപ്പോഴെല്ലാം അത് പല സ്ഥലങ്ങളിലും കണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ചെല്ലാം പഠിക്കേണ്ടിയിരിക്കുന്നു. നമുക്കതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ട് പറയാൻ എളുപ്പമല്ല. അതിന് വളരെ സൂക്ഷ്മമായിട്ട് പഠന വിഷയമാക്കുകയും അതിനെ ദൈവശാസ്ത്രപരമായിട്ട് അപഗ്രഥിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിലൊരു തീരുമാനം സഭ അറിയിക്കാറുള്ളൂ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടന്ന അത്ഭുതങ്ങളിലൊന്നാണ് ഈ പരിശുദ്ധ കുർബാന മാംസമായിട്ട് തീരുന്നത് എന്നുള്ളത്. ഒരു മാംസ കഷ്ണത്തിലേക്ക് അതിലെ ചുരുക്കുന്നത് നമ്മുടെ സഭ മുമ്പോട്ട് വയ്ക്കുന്ന ദൈവശാസ്ത്രത്തിന് നിരക്കുന്നതാണോ? അല്ല, മാംസകഷ്ണത്തിലേക്ക് ഒരിക്കലും ചുരുക്കാൻ പാടില്ല. ഈശോ പറയുന്ന സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാണ് ഞാൻ.
അത് ഈശോ മിശിഹായാണ്. ഒരിക്കലും, അതാ ഞാൻ പറഞ്ഞു, ഒരിക്കലും അതൊരു മാംസകഷ്ണമോ ഭൗതികമായ അർത്ഥത്തിലുള്ള ഒരു ശരീരഭാഗമോ ഒന്നുമല്ല. അത് ജീവനുള്ള കർത്താവായ മിശിഹ തന്നെയാണ്. അവിടുത്തെ ഔദാശിക സാന്നിധ്യമാണ്. അത് പൂർണ്ണമായിട്ടും യഥാർത്ഥ സാന്നിധ്യവും കൂടിയാണ്. ഒരു ഏതായാലും ശരീരത്തിൻ്റെ ഭാഗമല്ല. ഒരിക്കലും അങ്ങനെ ചുരുക്കാൻ പാടില്ല. അതാണ് അതിനകത്തുള്ള അപകടം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പഞ്ചക്ഷതധാരികളായിട്ടുള്ള ആളുകൾ ധാരാളമായിട്ട് ചരിത്രത്തിലുണ്ട്. പക്ഷേ ഇത് വളരെ കേട്ടിട്ടുള്ളത് വളരെ സൈക്കിക്കായിട്ടുള്ള ചില സംഭവങ്ങളും അത്തരം പ്രശ്നങ്ങളുള്ള മാനസികമായ വൈകല്യമുള്ള ചില ആളുകളുടെ ചെയ്തികളായിട്ടും ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് പിതാവിൻ്റെ അഭിപ്രായം? സാധ്യതയുണ്ട്. മാനസിക വൈകല്യങ്ങളിൽ നിന്ന് അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നിഷേധിക്കാൻ പറ്റുകയില്ല. പക്ഷേ ആദ്യത്തെ പഞ്ചക്ഷതധാരി എന്നറിയപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, രണ്ടാമത്തെ ക്രിസ്തു എന്നാണ് വിളിക്കപ്പെടുന്നത്. അതൊക്കെ സഭ അംഗീകരിച്ചതും സ്ഥിരീകരിച്ചതുമായ യാഥാർത്ഥ്യമാണ്. ഈശോ മിശിഹായുടെ, അതും ക്രൂശിതനായ മിശിഹായിട്ടുള്ള വലിയ താതാത്മീകരണത്തിലൂടെ, ഭക്തിയിലൂടെ, സ്നേഹത്തിലൂടെ ദൈവം ഈശോ മിശിഹ അവിടുത്തെ ഈ അസീസിലെ ഫ്രാൻസിസ് നൽകിയൊരു മുദ്രയാണത്. അപ്പോൾ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ അത്രമാത്രം ക്രൂശിതൻ്റെ സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹത്തിൻ്റെ ഒരു മുദ്ര കർത്താവ് തന്നെ പതിപ്പിച്ചതാണെന്ന് വേണം കരുതാൻ. അത് വാസ്തവത്തിൽ കർത്താവിൻ്റെ ഒരു പ്രത്യേക ഇടപെടലും ഒരു സന്ദേശവുമെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ക്രൂശിതനായ മിശിഹായോടുള്ള ഭക്തിയും മറ്റുമൊക്കെ അങ്ങനെ കൂടുതൽ വ്യാപിക്കുന്നതിനും അത് കാരണമായി തീർന്നു. കർത്താവിനോടുള്ള സ്നേഹമാണ് ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഒരു ദൈവപുത്രനോടുള്ള സ്നേഹവും വലിയ സമർപ്പണവും ഒക്കെ വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അങ്ങനെ അല്ലാതെ ഈ പറഞ്ഞ രീതിയിലൊക്കെ കൃത്രിമമായ രീതിയിലോ മാനസിക വൈകല്യത്തിൻ്റെ നിലയിലോ ഒക്കെ ഉണ്ടാക്കുന്ന ചില പ്രക്രിയകളും സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ഫ്രാൻസിസ് അസിസിയുടെ ജീവിതത്തിൽ മാത്രമല്ല, മറ്റു പല വിശുദ്ധർക്കും പഞ്ചക്ഷതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഇവരുടെ ജീവിതം, ഈ അത്ഭുതം സംഭവിക്കുന്ന ആളുകൾ, അതിൻ്റെ മധ്യവർത്തികളാവുന്ന ആളുകളുടെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ ജീവിതമാണ് അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ അത്ഭുതങ്ങളെ പഠിക്കേണ്ടത്. ഇത്തരം അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ആളുകൾക്ക് പിന്നീട് വലിയ അമാനുഷിക പരിവേഷം കൊടുത്ത് അവരെ വലിയ ആൾദൈവങ്ങളാക്കുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. ഇത് ആശാസ്യകരമായ ഒരു പ്രവണതയാണ്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെയുള്ളത് സാറ് ചോദിച്ചതിനകത്ത്. ഒന്ന്, ഇവരുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയും ഇതുപോലത്തെ അത്ഭുതകരമായ അടയാളങ്ങളും തമ്മിൽ ചേർത്ത് വായിക്കാമോ? ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതവിശുദ്ധിയും ആത്മാർത്ഥതയും എല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കണം. പക്ഷേ അതിനാനുപാതികമായ ഒരു സ്ഥാനമില്ല. അത്ഭുതകരമായ ഒരു അടയാളം കൊടുത്തു അല്ലെങ്കിൽ പഞ്ചക്ഷതം നൽകി എന്നുള്ളത് കൊണ്ട് അതാണ് ഏറ്റവും വിശുദ്ധിയുടെ അടയാളം എന്നൊരിക്കലും പറയാൻ പറ്റില്ല. വിശുദ്ധിയുടെ ഒരു മാനദണ്ഡമായിട്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കാണാനായിട്ട് പറ്റില്ല. എന്നാൽ അവിടെ കൃത്രിമത്വമോ ആത്മാർത്ഥമില്ലായ്മയോ ഉണ്ടെങ്കിൽ വിശ്വാസ ജീവിതം വളരെ പ്രസക്തമാണ്. തീർച്ചയായിട്ടും പ്രസക്തമാണ്. ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, കാപട്യമൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നെല്ലാം ഉള്ളത് പ്രസക്തമാണ്. രണ്ടാമത്തെ കാര്യം, ഇവർക്ക് അമാനുഷികമായ ഒരു ശക്തി കൽപ്പിക്കുന്നത് അതും ശരിയല്ല. നമ്മളൊരു അമാനുഷിക ശക്തി കൽപ്പിച്ചുകൊണ്ട് ആൾ ദൈവങ്ങളെ പോലെ കാണുകയും അവരെ അനാവശ്യമായി ആദരിക്കുകയൊക്കെ ചെയ്യുന്നതിനകത്ത് അപകടമുണ്ട്. അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. എല്ലാവർക്കും, വിശുദ്ധരെല്ലാം കർത്താവിലേക്ക് നമ്മളെ വഴി നടത്തുന്ന മധ്യസ്ഥരാണ്, മാതൃകകളാണ്. അത്രമാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ അമാനുഷിക സ്ഥാനങ്ങൾ ഒരിക്കലും നമ്മൾ കൊടുക്കുക. അവരൊക്കെ മനുഷ്യരാണ്, ബലഹീനരാണ്, നമ്മളെപ്പോലെ തന്നെയുള്ള ബലഹീനരാണ്. പക്ഷേ അവർ ആ ബലഹീനതകളെ അതിജീവിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വ്യാപരിച്ചു, വീരോചിതമായി വിശുദ്ധി ജീവിച്ചു എന്നുള്ളതിൻ്റെ മാതൃകകളാണ്. അങ്ങനെ അവരെ നമ്മൾ വണങ്ങണം. ഒരിക്കലും ആരാധിക്കാൻ പാടില്ല, അമാനുഷികതകൾ കൽപ്പിക്കാൻ പാടില്ല. വണങ്ങുക, മാതൃക സ്വീകരിക്കുക, മധ്യസ്ഥം പ്രാർത്ഥിക്കുക. അതാണ് വിശുദ്ധരുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. പൊതുവെ കണ്ടുവരുന്ന ഒരു വെളിപാട് ഈ ലോകാവസാനത്തെക്കുറിച്ചിട്ടുള്ളതാണ്. സ്വകാര്യ വെളിപാടുകൾ എന്ന പേരിൽ ഇപ്പോൾ ലോകം അവസാനിക്കാനായിട്ട് പോകുന്നു. 2000 ലോകം അവസാനിക്കാൻ പോകുന്നു. 2000 ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഓരോ ഡേറ്റ് വെച്ചിട്ട് ലോകം അവസാനിക്കാനായിട്ട് പോകുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള പ്രവചനങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇത് വിശ്വാസികളെ വഴിതെറ്റിക്കാനായിട്ടുള്ള സാധ്യത വളരെ വലുതല്ലേ? പലപ്പോഴും ആളുകൾ അങ്ങനെ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങൾ അപകടകരങ്ങളാണ്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ദൈവപിതാവിനല്ലാതെ മറ്റാർക്കും അറിയില്ലാത്തൊരു രഹസ്യമാണ് ലോകാവസാനത്തെക്കുറിച്ചുള്ളത്. ദൈവദൂതന്മാർക്ക് പോലും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ കയറി വെറുതെ ലോകം പെട്ടെന്ന് അവസാനിക്കും, ഇതാ തീരാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മനുഷ്യരെ ഭയപ്പെടുത്തുന്നത് ശരിയല്ല. അതേസമയം കാലത്തിൻ്റെ സൂചനകളും ചുവരെഴുത്തുകളും വായിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മാനസാന്തരത്തിലേക്ക് കടന്നു വരണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അത്രയാണ് അതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടുള്ളത്. ഏതായിരുന്നാലും സ്വകാര്യ വെളിപാടുകൾ എന്നുള്ളത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. പൊതു വെളിപാടുകൾ നമ്മളെല്ലാവരും ജീവിക്കാനും സ്വീകരിക്കാനും കടപ്പെട്ടിട്ടുണ്ട്. സ്വകാര്യ വെളിപാടുകൾ നമ്മളെ ഒരു തരത്തിലും
വിശ്വസിക്കണമെന്ന് നിർബന്ധിക്കുന്നവയല്ല. ഇനിയും ഈ കത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ വ്യക്തിക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു ആധികാരികമായ ഈ വിഷയത്തിലൊരു മറുപടി കൊടുക്കാനായിട്ട് സാധിക്കുക? തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള അത് ഏത് സ്ഥലത്താണ്, ഏത് രൂപതയിലാണ് എന്നുള്ളത് അത്ര വ്യക്തമല്ല. ഏത് രൂപതയിലായിരുന്നാലും ആ രൂപതാധ്യക്ഷൻ അത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. അവിടെ ആളുകൾ കൂടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഗൗരവമായിട്ട് അതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള പഠനങ്ങൾ നടത്തുകയും അത് ശരിയാണോ തെറ്റാണോ എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യും. അതുവരെ ഒരു കാരണവശാലും അങ്ങോട്ടുള്ള ഒരു ഒഴുക്ക്, ആ തരത്തിലുള്ള സന്ദർശനങ്ങൾ ശരിയല്ല, അത് പാടില്ലാത്തതാണ്. അത് ചിലപ്പോൾ വലിയ തെറ്റിദ്ധാരണകളിലേക്കും ഡീവിയേഷനിലേക്കും എത്തിക്കും. എന്ന് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഇത് ശരിയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ പോലും അതിൽ വിശ്വസിക്കണമെന്നത് നിർബന്ധമില്ല. വിശ്വസിക്കേണ്ട പൊതു വെളിപാടുകൾ നമുക്കുണ്ട്, ശരിയായ ആധ്യാത്മികതയുണ്ട്, അതിൽ അടിയുറച്ച് നിൽക്കുക. തീർച്ചയായിട്ടും മാതാവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രത്യക്ഷത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞത്, പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹവും ഭക്തിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് മറ്റൊരു പ്രത്യക്ഷത്തിൻ്റെ പോലും ആവശ്യമില്ല. ഇനി എന്തെങ്കിലും സന്ദേശം അവിടെ ഉണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ സന്ദേശം കാലിക പ്രാധാന്യത്തോടുകൂടി സ്വീകരിക്കേണ്ടതുള്ളൂ എന്ന കാര്യവും പ്രധാനപ്പെട്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ആ വ്യക്തിയുടെ ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും മാതാവിനോടുള്ള സ്നേഹവും ഭക്തിയും കൂടുതൽ വളരട്ടെ. അമ്മ ഈശോയിലേക്ക് നമ്മെ വഴി നടത്തുന്ന പ്രിയപ്പെട്ട അമ്മയാണ്, നമ്മുടെ സ്വന്തം അമ്മയാണ്, സഭയുടെ അമ്മയാണ്, സഭയുടെ പ്രതീകമാണ്. ആ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിലും ഭക്തിയിലും വളർന്നുകൊണ്ട് ഈശോ മിശിഹായിലേക്ക് കടന്നു ചെല്ലാൻ, കർത്താവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കാൻ, അവിടുത്തെ തുടർച്ചയായ തിരുസഭയെ അമ്മയായി കണ്ട് സ്വീകരിക്കാൻ സഭ നൽകുന്ന ആ വലിയ ആധ്യാത്മികതയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ദൈവവചനത്തിലും പരിശുദ്ധ കുർബാനയിലും കൂദാശകളിലും അധിഷ്ഠിതമായൊരു ആഴമുള്ള ആധ്യാത്മിക ജീവിതം നയിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശ്വാസ സംബന്ധമായ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നൽകുകയായിരുന്നു ഈ എപ്പിസോഡിൽ. ഇവിടെ അത്ഭുതങ്ങളെ സമീപിക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന പിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തി. അതാണ് ശരിയായ ക്രൈസ്തവ ആത്മീയത. അത്ഭുതങ്ങൾക്ക് ഔദ്യോഗികമായ സഭയുടെ സ്ഥിരീകരണം വരെ വിശ്വാസികൾ കാത്തിരിക്കേണ്ടതുണ്ട്. മറ്റൊരു വിഷയവുമായി വീണ്ടും അടുത്തയാഴ്ച തിരിച്ചു വരാം. അതുവരെ നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ ashwasadhara@shalomtelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.